ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു ഹണ്ടിങ് വീഡിയോനെ കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. കാനഡയിൽ എങ്ങനെ ഹണ്ട് ചെയ്യാം, നമുക്ക് ലീഗലായിട്ട് എങ്ങനെ ഹണ്ട് ചെയ്ത് മൃഗങ്ങളെ പിടിക്കാം, അതാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് 2 ദിവസത്തെ കോഴ്സ് ഞാൻ പാസ്സായി. പിന്നെ നമുക്ക് ഗൺ ഷോപ്പിൽ പോയിട്ട് ഗണ്ണ് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഫയർ ആമിൻ്റെ ഒരു കോഴ്സ് ഉണ്ട്, ആ കോഴ്സും പാസ്സായി. അപ്പോൾ അങ്ങനെ പാസ്സായി കഴിഞ്ഞിട്ട് ഒരു ഗണ്ണ് മേടിച്ചിരിക്കുകയാണ്. ടിക്ക T3X 7mm08 കാലിബറാണ്. കാണിച്ചു തരാം. ഇതാണ് ആ റൈഫിള്. ബോൾട്ട് ആക്ഷൻ റൈഫിളാണ്. ടിക്കയുടെ നല്ലൊരു റൈഫിളാണ്. 7mm08 റെമിങ്ടൺ. അതാണ് ഇതിൻ്റെ കാലിബർ. ഇതിൻ്റെ ബോൾട്ട് ആക്ഷൻ സൂപ്പർ ബോൾട്ട് ആക്ഷനാണ്. നല്ല സ്മൂത്താണ്. അതുപോലെ ബാരലാണെങ്കിൽ നല്ല എന്താ പറയണ്ടേ, അങ്ങനെ റെസ്റ്റ് ആവൂലാത്ത ഒരു കോട്ടിങ്ങോട് കൂടിയുള്ള ബാരലാണ് ഇതിൻ്റെ വരുന്നത്. 22 ഇഞ്ചാണ് ബാരൽ ലെങ്ത്ത് വരുന്നത്. അതുപോലെ ഇതിൻ്റെ സ്റ്റോക്ക് എനിക്ക് തോന്നുന്നത് എന്തോ ഒരു സിന്തറ്റിക്കിൻ്റെ ഒരു മെറ്റീരിയലാണ് തോന്നുന്നത് ഇതിൻ്റെ സ്റ്റോക്ക് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ബട്ടിൽ എന്താ പറയണ്ടേ, നല്ലൊരു ഈ റീകോയിലിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ബട്ട് കോട്ടാണിത് വരുന്നത്. അപ്പം ഇതാണ് എൻ്റെ റൈഫിള്. ഞാനിത് ഒരു 2 ദിവസം മുമ്പാണ് മേടിച്ചത്. പിന്നെ ഇത് സ്കോപ്പ്, വോർട്ടെക്സിൻ്റെ ഒരു സ്കോപ്പാണ്. വോർട്ടെക്സിൻ്റെ ഡയമണ്ട് ബാഗ് ടാക്റ്റിക്കൽ 624x50 ആണ് ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ വരുന്നത്. അപ്പം ഇത് അത്യാവശ്യം നല്ല വിലയുള്ള ഒരു സ്കോപ്പാണ് വോർട്ടെക്സിൻ്റെ. അതുപോലെ തന്നെ ലോങ് റേഞ്ച് ഷൂട്ടിങ്ങിന് നല്ലൊരു സ്കോപ്പാണിത്. ഇത്രയും കാര്യങ്ങളായി. ഇനിയിപ്പം എൻ്റെ കാനഡയിലെ 2 ഫ്രണ്ട്സ് ഏപ്രിലാകുമ്പോൾ ഹണ്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അതിനു മുമ്പ് ഇനി എനിക്ക് റേഞ്ച് ഷൂട്ടിങ്ങിന് പോകണം, ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കാര്യങ്ങൾ ലൈഫിൽ ഇതുവരെ ഗണ്ണ് ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് അവരുടെ കൂടെ പോകണം എനിക്ക്, റേഞ്ച് പ്രാക്ടീസിന് വേണ്ടി, ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പം ഇനി ഇതിൻ്റെ ബുള്ളറ്റ്സ് കാണിച്ചു തരാം. ഇതിൻ്റെ കാർട്രിഡ്ജ് കാണിച്ചു തരാം. 7mm08 കാലിബർ റെമിങ്ടൺ ആണ്. 2 ഗ്രെയിനിലുള്ള ബുള്ളറ്റാണ് ഞാൻ മേടിച്ചേക്കുന്നത്. ഒന്ന് അമേരിക്കൻ വൈറ്റ് ടൈൽ. ഇത് 139 ഗ്രെയിൻ ബുള്ളറ്റ്സ് ആണ്. 139 ഗ്രെയിൻ ബുള്ളറ്റ്സ്. ഇത് ജാക്കറ്റ് ബുള്ളറ്റ്സ് ആണ്. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. 139. ഇതൊന്ന് 7mm08 റെമിങ്ടൺ ആണ്. ഇതാണ് ഇതിൻ്റെ 139 ഗ്രെയിൻ ബുള്ളറ്റ്. പിന്നെ ഇതിൻ്റെ 150 ഗ്രെയിൻ ബുള്ളറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. 150 ഗ്രെയിൻ ബുള്ളറ്റ്സ് ഇതാ ഇവിടെ ബുള്ളറ്റ്. ഇത് ഫെഡറൽ ബുള്ളറ്റാണ്. 7mm08 റെമിങ്ടൺ. 7mm08 റെമിങ്ടൺ ഫെഡറൽ ബുള്ളറ്റാണ്. 150 ഗ്രെയിൻ ആണ് ഇതിൻ്റെ പൗഡർ ഇത് വരുന്നത്. ഇതാ ആ ബുള്ളറ്റാണിത്. നിങ്ങൾക്ക് കാണാം എന്ന് വിചാരിക്കുന്നു. ഇതാണ് വരുന്നത്, കുറച്ചുകൂടെ പൗഡർ കൂടിയ 150 ഗ്രെയിൻ ബുള്ളറ്റ്സ് ആണിത്. 7mm08 റെമിങ്ടൺ ഫെഡറലാണ്. ഇത്തരം കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ നേരെ എനിക്ക് പോയിട്ട് എന്താ പറയണ്ടേ, സർവീസ് ബേസിൽ പോയിട്ട് ഏത് ആനിമലിനെയാണോ കൊല്ലേണ്ടത്, ഏത് ആനിമലിനെയാണോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്, ആ ആനിമലിന് വേണ്ടിയിട്ടുള്ള ടാഗ് മേടിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു സ്റ്റെപ്പ്. അപ്പം വൈറ്റ് ടൈൽ ഡിയർ, ബ്ലാക്ക് ടൈൽ ഡിയർ, ഇങ്ങനെ 2 എണ്ണമാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പം ഈ ഒരു സെപ്റ്റംബറോടുകൂടി നേരെ പോയിട്ട് ആ ടാഗ് മേടിച്ച് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഹണ്ടിങ്ങിന് ഈ വർഷം പോകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പദ്ധതി. ദൈവാനുഗ്രഹം കൊണ്ടെല്ലാം നടക്കട്ടെ. പിന്നെ അവർ ഈ വരുന്ന ഏപ്രിലിൽ എന്നെ ടർക്കി ഹണ്ടിങ്ങിന് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ടർക്കി ഹണ്ടിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ റൈഫിളാണ് എനിക്കുള്ളത്, പക്ഷേ റൈഫിളല്ല, ഷോട്ട് ഗണ്ണാണ് വേണ്ടത്. മൂവിങ് ആനിമൽസിനെ കൊല്ലണമെങ്കിൽ എപ്പോഴും നല്ലത് ഷോട്ട് ഗണ്ണാണ്. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഷോട്ട് ഗണ്ണില്ല. അപ്പം ഈ പറഞ്ഞ പോലെ അവരുടെ അടുത്ത് ഷോട്ട് ഗണ്ണുണ്ട്. അപ്പോൾ എന്നോട് ഏപ്രിലിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ ഞാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും എക്സൈറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക, ഞാൻ അതിന് ആൻസർ തരാം, എനിക്കറിയാവുന്നതാണെങ്കിൽ. ശരി എന്നാൽ.